ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ വളരെ പ്രധാനമായി നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു എമർജൻസി ഇൻഫർമേഷൻ സെറ്റിംഗ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സാധാരണയായി നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇനി പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിക്കാതിരിക്കട്ടെ, ഇൻ കേസ് ഇനി ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, അതുകൂടാതെ നമ്മളെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ അവിടെ തന്നെ ഒന്നെങ്കിൽ കുഴഞ്ഞ വീണ് കിടക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ തന്നെ കിടക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും, അതുകൂടാതെ നിങ്ങളുടെ ഫോണിൽ നിന്നും പാസ്വേഡോ ഫിംഗർ പ്രിന്റോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് കോളുകൾ ചെയ്യാനും, അതുകൂടാതെ നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് എന്താണോ അതൊക്കെ മൊത്തം മനസ്സിലാക്കാനും നിങ്ങളുടെ ഒരു മൊബൈൽ മതി. നിങ്ങളുടെ മൊബൈൽ അതിനുള്ള സെറ്റിംഗ്സ് അവിടെ കിടപ്പുണ്ട്. പക്ഷെ 99% ആൾക്കാരും ഈ സെറ്റിംഗ്സ് ചെയ്യാറില്ല എന്നതാണ് സത്യം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫാമിലിയിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ആർക്കെങ്കിലും ഉപകാരമായേക്കാം. നിങ്ങളുടെ മൊബൈലിൽ തന്നെ എമർജൻസി ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ കോണ്ടാക്റ്റും കാര്യങ്ങളും അതിൽ ആഡ് ചെയ്യുകയും, അതുകൂടാതെ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണോ അതുകൂടി അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ എന്തെല്ലാമാണോ നിങ്ങളുടെ ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ മൊത്തം നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണോ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ, നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ, നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ, ഇത് തുടങ്ങുന്ന ഒരുപാട് ഓപ്ഷനുകൾ അതിലുണ്ട്. നിങ്ങൾ ഇതൊക്കെ ആഡ് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ആരെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് കോൺടാക്ട് ചെയ്യാനും പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങളുടെ സഹായിക്കാൻ വരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത കുറച്ച് കോൺടാക്ട് നമ്പർ അതിൽ ആഡ് ആക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ആഡ് ആക്കിയ നിങ്ങളെ ഫാമിലിയോ നിങ്ങളോ ഫ്രണ്ട്സോ ആരുമായി കൊള്ളട്ടെ, നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവരെ ഇൻഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് സഹിതം അത് എങ്ങനെയാണ് സെറ്റിംഗ്സ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസിൽ സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സേഫ്റ്റി ആൻഡ് എമർജൻസി എന്നുള്ള ഒരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ സെറ്റിംഗ്സിൽ സെക്യൂരിറ്റി എന്ന ഓപ്ഷന്റെ അകത്തായിരിക്കും നിങ്ങൾക്ക് സേഫ്റ്റി ആൻഡ് എമർജൻസി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നില്ലെങ്കിൽ മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എമർജൻസി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എമർജൻസി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ സേഫ്റ്റി ആൻഡ് എമർജൻസി എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങൾ മുകളിൽ കാണുന്ന മെഡിക്കൽ ഇൻഫർമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണിക്കുന്ന ഇന്റർഫേസിൽ മുകളിൽ കാണുന്ന മെഡിക്കൽ ഇൻഫർമേഷൻ എന്നുള്ളതും അതുകൂടാതെ താഴെ കാണുന്ന എമർജൻസി കോൺടാക്ട് എന്നുള്ളതും ചില മൊബൈലിൽ രണ്ടും ഒറ്റ ഓപ്ഷനിൽ തന്നെ കാണിക്കും. എമർജൻസി കോൺടാക്ട് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും കിട്ടുന്നതാണ്. അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ തന്നെ എല്ലാം കിട്ടും. എൻ്റെ മൊബൈൽ ഇത് രണ്ടും തരം തിരിച്ച് വേറെ വേറെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഓപ്ഷൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം മെഡിക്കൽ ഇൻഫർമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങളുടെ മെഡിക്കൽ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഇതിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നത് നെയിം എന്താണോ, നിങ്ങളുടെ പേര് എന്താണോ ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കുക. ഇത് ഫിൽ ചെയ്യാനായി നിങ്ങൾ മുകളിൽ കാണുന്ന പെൻസിൽ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് അതിനുശേഷം ഓക്കെ എന്നമർത്തുക. ശേഷം കാണുന്ന ഓപ്ഷൻ ബ്ലഡ് ടൈപ്പ് ആണ്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണോ ആ ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നത് ഹൈറ്റ് ആണ്. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഓക്കെ അമർത്തുക. ശേഷം വരുന്ന ഓപ്ഷൻ വെയിറ്റ് ആണ്. നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ മോർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഓപ്ഷൻ അവിടെ കാണിച്ചു തരും. അതിനുശേഷം വരുന്നത് അലർജീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഉദാഹരണത്തിന് എന്തെങ്കിലും ഡസ്റ്റ് അലർജിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോട്ട് അലർജി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വെക്കാം. ശേഷം ഓക്കെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഓപ്ഷൻ പ്രഗ്നൻസി സ്റ്റാറ്റസ് എന്നുള്ളതാണ്. നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. നിങ്ങൾ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ കാണിക്കും അൺനോൺ പ്രഗ്നന്റ്, നോട്ട് പ്രഗ്നന്റ് എന്നുള്ളത്. നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ ഇവിടെ പ്രഗ്നന്റ് ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഡേറ്റിനാണോ നിങ്ങളുടെ പ്രഗ്നന്റ് സ്റ്റാർട്ട് ചെയ്തത് അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി പ്രഗ്നന്റ് അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് പ്രഗ്നന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഓപ്ഷൻ മെഡിക്കേഷൻ എന്നുള്ളതാണ്.
നിങ്ങൾ എന്തെങ്കിലും ഷുഗറിൻ്റെയോ അതുകൂടാതെ പ്രഷറിൻ്റെയോ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായി എന്തെങ്കിലും മെഡിസിൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നത് അഡ്രസ്സാണ്. നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് ഇവിടെ ഫുള്ളായി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഇത് വേഗത്തിൽ പറഞ്ഞു പോകുന്നത് വിശദമായി പറയാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം. അഡ്രസ്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മെഡിക്കൽ നോട്ട്സ് എന്നുള്ളതാണ്. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഹെൽത്ത് പരമായ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നോർമൽ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് ഓക്കെ അടിക്കുക. അതിനുശേഷം ഓർഗൻ ഡോണർ എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ എന്തെങ്കിലും അവയവങ്ങൾ നിങ്ങൾ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക. ഇനി അവയവങ്ങളൊന്നും ദാനം ചെയ്തില്ലെങ്കിൽ നോ എന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്കോട്ട് പോവുക. ബാക്കിൽ പോയതിനു ശേഷം താഴെ കാണുന്ന എമർജൻസി കോൺടാക്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസിൽ ഇവിടെ ആഡ് കോൺടാക്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഇന്റർഫേസിൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് ആരൊക്കെയാണ് ഉള്ളത് അതാണ് ഓപ്പൺ ആയിട്ട് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെയാണോ പെട്ടെന്ന് ഇൻഫോം ചെയ്യേണ്ടത് അവരുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ വേറെ ഒരു മൊബൈൽ നമ്പർ തന്നെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ എൻ്റെ വേറൊരു മൊബൈൽ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് വെച്ചു. ഇതുപോലെ ആഡ് കോൺടാക്ട് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് എത്ര നമ്പർ വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ചില മൊബൈലിൽ ഇത് 3 കോൺടാക്ട് മാത്രമേ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കോട്ട് പോവുക. ശേഷം സ്വാഭാവികമായിട്ടും സഹായിക്കാൻ വരുന്ന വ്യക്തി നമ്മളുടെ മൊബൈൽ ഓപ്പൺ ആക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ പാസ്വേഡ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ താഴെ കാണുന്ന എമർജൻസി കോൾ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. അപ്പോൾ മുകളിൽ തന്നെ ഞാൻ ആരുടെ പേര് കൊടുത്തിട്ടുണ്ടോ ആ പേര് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മൊത്തം അറിയണമെന്നുണ്ടെങ്കിൽ എമർജൻസി ഇൻഫോ എന്നുള്ളത് നിങ്ങൾ സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരാൻ തുടങ്ങും. അതുകൂടാതെ എമർജൻസി കോൺടാക്ട്സ് എന്നുള്ളതിൽ നിങ്ങൾ ആരുടെ നമ്പറാണോ ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൂടി ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ ആ നമ്പറിലേക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഒന്ന് ആഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇവിടെ ഒന്ന് കാണിക്കുന്നത്. നിങ്ങൾ ഇനി എത്രയാണ് ആഡ് ചെയ്ത് വെക്കുന്നത് അവരുടെ നമ്പറൊക്കെ ഇവിടെ കാണിക്കും. ഇതേപോലെ നിങ്ങൾക്ക് ഇതിൽ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോളിന്റെ സിമ്പിൾ കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഡയറക്റ്റ് അവർക്ക് കോൾ പോകുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന പബ്ലിക്കിന് പെട്ടെന്ന് നമ്മളുടെ ഡീറ്റെയിൽസ് ഫുള്ള് എടുക്കാനും അതുകൂടാതെ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് കോൾ ചെയ്ത് ഇൻഫർമേഷൻ കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.